ഒന്നൊന്നര ആഴ്ച ഒരു വീട്ടിലില്ല ഏട്ടാ, മൊത്തം പുറത്തായിരുന്നു നമ്മൾ ഇക്കടെ വീട്ടിലും ടൂറും കാര്യങ്ങളൊക്കെ ആയിട്ട്. അത് കാണാനും ഉണ്ടായിരുന്നു. വന്നപ്പോൾ ഫ്രിഡ്ജ് ഫുള്ള് മറ്റേ വെള്ളമൊക്കെ നിന്നിട്ട് പൂപ്പലൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. നിറയെ പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ സ്മെല്ലും ഉണ്ടായിരുന്നു. പിന്നെ എന്ത് പറയാനായി, വിനാഗിരിയും സോഡാപ്പൊടിയും കുറച്ച് പിന്നെ സോപ്പ് പൊടി കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഈ സ്ക്രബ്ബർ മറ്റേ ഉരയ്ക്കുന്ന സംഭവമല്ല, കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള സ്ക്രബ്ബർ യൂസ് ചെയ്ത് നന്നായിട്ട് പതപ്പിച്ച് കുളിപ്പിച്ചിങ്ങനെ എടുത്ത് ഫ്രിഡ്ജിന്. അതുപോലെ അതിൻ്റെ പാർട്സും കാര്യങ്ങളെല്ലാം ഊരി സെപ്പറേറ്റ് ആയിട്ട് പുറത്ത് കൊണ്ടിട്ട് നന്നായിട്ട് തേച്ച് കഴുകി കേട്ടാ. കാരണം ഇടയിലൊക്കെ നന്നായിട്ട് വെള്ളം കെട്ടി നിന്നിട്ട് ചെറിയൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം സോപ്പിട്ടെല്ലാം വെച്ച് കുഞ്ഞു കൂടെ തന്നെ ഉണ്ട് ഏട്ടാ പൂച്ചക്കുട്ടി. അവന് വേണ്ടിയിട്ടുള്ള ഫുഡും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടാണ് പോയത്. ഒരാഴ്ച നമ്മളില്ലാണ്ട് കുറേ കഷ്ടപ്പെട്ടാണ്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് അത് സെറ്റാക്കി. പിന്നെ അനിയത്തിയും കുട്ടികളും തലേ ദിവസം സർപ്രൈസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. മൂത്തവനെയും കൂട്ടിയിട്ട് എൻ്റെ മോളെയും കൂട്ടിയിട്ട് അവൾ മാരേജിന് പോയി, ഒരു മാരേജ് ഫംഗ്ഷന് വന്നതാണ്. അപ്പോൾ ഇളയ കുഞ്ഞിനെ ഇവിടെ ആക്കിയിട്ടാണ് പോയത്. പിന്നെ അവനതെല്ലാം കഴിഞ്ഞിട്ട് അത് ഉണക്കാൻ വെച്ചിട്ട് അവനെ കുളിപ്പിച്ചിങ്ങെടുത്തു. കുളിപ്പിച്ച് സുന്ദരനാക്കി തലമുടിയൊക്കെ സീവി. ഒരുമ്പത്താ ഉമ്മ എനിക്ക് താ, എനിക്ക് കവളത്താ. ഞാനേ എൻ്റെ ഷൊട്ടുമണിയാണേ, എൻ്റെ ഷൊട്ടുമണിയാണേ, എൻ്റെ ഷൊട്ടുമണിയാണേ, എൻ്റെ ഷൊട്ടുമണിയാണേ. എന്തിരമ്മ പെൻസിൽ അവൻ്റെ കൂടെ കളിച്ച് കുറച്ചധികം നേരം അങ്ങനെ ഇരുന്ന്. അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഓർത്തത് ഉണക്കി വെച്ച സാധനങ്ങളൊന്നും തിരിച്ചെടുത്ത് വെച്ചില്ലല്ലോ എന്ന്. പിന്നെ അതൊക്കെ സെറ്റാക്കി വെച്ച് രാത്രി തന്നെ പച്ചക്കറി വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പച്ചക്കറി വലിയതില്ല, മറ്റേ തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ അതൊക്കെ ചെറിയ ബോക്സിലൊക്കെ ആക്കി സെറ്റാക്കി വെച്ച്. അപ്പോഴാണ് ഓർത്ത പുറം തുടച്ചില്ലെന്ന്. പിന്നെ പുറവും കൂടെ തുടച്ച് ഒതുക്കി വെച്ചു. മുകളിൽ വെളുത്തുള്ളി മാറ്റി വെക്കും കേട്ടോ, ഞാൻ അകത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പൂപ്പലാവും. പിന്നെ വാഷ് ബേസും കൂടെ കഴുകി കഴിഞ്ഞപ്പോൾ ക്ലീനിങ് ഏകദേശമായി. പിന്നെ വൈകുന്നേരം ആയപ്പോൾ കുട്ടികളെയും കൂട്ടിയിട്ട് ശ്രീകൃഷ്ണ ജയന്തിയുടെ ചെറിയൊരു ഘോഷയാത്ര ഉണ്ടായിരുന്നു, അത് കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നേ. ഈ കുഞ്ഞ് കൃഷ്ണന്മാരും രാധമാരും പിന്നെ യശോദയും ആൾക്കാരൊക്കെ കൂടിയിട്ട് ഇങ്ങനെ സുന്ദരികളായിട്ട് കുഞ്ഞു കുട്ടികളൊക്കെ ഒരുക്കി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നേ. ഈ കിരീടവും നെറ്റിച്ചുട്ടിയും കാര്യങ്ങളും കൂടെ സൂപ്പറായി. നോക്കി ഒരു രാധ തുള്ളിച്ചാടിയൊക്കെ പോകുന്നത് നല്ല രസമുണ്ടല്ലേ. കുഞ്ഞു കൃഷ്ണന്മാരെയൊക്കെ അച്ഛന്മാർ തോളിൽ എഴുതിയൊക്കെയാണ് കുറേ പേരെ കൊണ്ടുപോയത് കേട്ടോ. അവർക്ക് നടക്കാൻ വയ്യ കൃഷ്ണന്മാർ.